ഷൊർണൂർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഷൊർണൂർ ജംഗ്ഷൻ അല്ല, ഇനി മലബാർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മലബാർ ഡിജിറ്റൽ ജംഗ്ഷൻ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസുകളുടെ മഹാ ജംഗ്ഷൻ. ലോകോത്തര മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടറുകളുടെ സൂപ്പർ ജംഗ്ഷൻ. മലബാർ ഡിജിറ്റൽ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ്. മലബാർ ജംഗ്ഷൻ, SMP ജംഗ്ഷൻ, മെയിൻ റോഡ്, ഷൊർണൂർ. ഞാൻ പാർവതി ഗിരീഷ്, N4 ന്യൂസിലേക്ക് സ്വാഗതം. പുതുവർഷ ആഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒറ്റപ്പാലത്ത് കർശന പോലീസ് പരിശോധന നടന്നു. പുതുവർഷ ആഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒറ്റപ്പാലത്ത് കർശന പോലീസ് പരിശോധന നടന്നു. പരിശോധനയ്ക്ക് ജീപ്പ്, ബൈക്ക് എന്നിവ ഉപയോഗിച്ച് മൊബൈൽ പെട്രോളിംഗും വാഹന പരിശോധനയും ഉണ്ടായി. സ്റ്റേഷൻ ഓഫീസറായ CI M സുജിത്തിന്റെ മേൽനോട്ടത്തിൽ 4 SI-മാരും 3 ASI-മാരും പരിശോധനകൾക്ക് നേതൃത്വം നൽകി. ഇന്നലെ വൈകുന്നേരം 6 മണി മുതൽ പുലർച്ചെ 2 മണി വരെയായിരുന്നു പരിശോധന. ഒറ്റപ്പാലം ടൗൺ, അമ്പലപ്പാറ, വേങ്ങശ്ശേരി, കടമ്പൂർ, മുരുക്കുംപറ്റ, ലക്കിടിപ്പേരൂർ, പത്രിപ്പാല, പരോട്, കോതകൃഷി, വാണിംകുളം എന്നിങ്ങനെ സ്റ്റേഷൻ പരിധിയിലെ പ്രദേശം വിഭജിച്ചായിരുന്നു പരിശോധന. ഉൾപ്രദേശങ്ങളിലൂടെ ഇരുചക്ര പെട്രോളിംഗും മറ്റിടങ്ങളിൽ ജീപ്പ് പെട്രോളിംഗും ഉണ്ടായി. 4 ജീപ്പുകളും 6 ബൈക്കുകളും പട്രോളിംഗിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു. പൊതു ഇടങ്ങളിലെ മദ്യപാനം, അടിപിടി, മദ്യപിച്ച് അമിത വേഗതയിലുള്ള ഡ്രൈവിംഗ് എന്നിവയ്ക്കെതിരെ കർശന നടപടിയും ഒറ്റപ്പാലം പോലീസ് സ്വീകരിച്ചു. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ പട്ടികജാതി കുടുംബാംഗങ്ങൾക്ക് വാട്ടർ ടാങ്ക് വിതരണം ചെയ്തു. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ പട്ടികജാതി കുടുംബങ്ങൾക്ക് വാട്ടർ ടാങ്ക് വിതരണം ചെയ്തു. 4 ലക്ഷം രൂപ പദ്ധതിയിൽ വകയിരുത്തി 500 ലിറ്റർ വരുന്ന 3 ലെയർ വാട്ടർ ടാങ്കാണ് ആദ്യഘട്ടത്തിൽ 100 പേർക്കായി വിതരണം ചെയ്തത്. പദ്ധതിയുടെ വിതരണ ഉദ്ഘാടനം അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി ടീച്ചർ നിർവഹിച്ചു. ആ ആവശ്യം അനുസരിച്ച് ഓരോ വർഷവും, ഇപ്പം ഈ വർഷം കിട്ടിയില്ല എന്ന് വെച്ചാൽ ആരും നിരാശപ്പെടണ്ട. അടുത്ത വർഷം അവർക്ക് അതിൻ്റെ എങ്ങനെയാണ് മാനദണ്ഡം എന്ന് വെച്ചാൽ അതനുസരിച്ച് കിട്ടും. അപ്പോൾ പദ്ധതികൾ ഓരോ കൊല്ലവും നമ്മൾ നടപ്പിലാക്കുമ്പോൾ വ്യക്തിഗത ആനുകൂല്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തണം എന്നൊരു കാഴ്ചപ്പാടോടുകൂടി ഭരണസമിതി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. മറ്റുള്ളവരുടെ റോഡുണ്ട്, കുടിവെള്ളമൊക്കെ സ്വന്തം അടച്ചാലും ഒന്നിച്ചു പോണ പോക്കിലേക്ക് കിട്ടും. ലൈറ്റ് അല്ലേ, വെളിച്ചം വേണം നമുക്ക്. എത്രയായാലും പോരാ, ഒന്നും പോരാ. നമ്മുടെ നാടിൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ നാട് വെളിച്ചം വയ്ക്കണം. അത് പറയുമ്പോൾ ഇപ്പോൾ ഞങ്ങളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എവിടെയാണ് അത്യാവശ്യം, എവിടെയാണ് 2 ബൾബ് ഇടുന്നതെന്ന് വെച്ചാൽ അത് കുഴി വെച്ചതുകൊണ്ട് ഇട്ട് കൊടുക്കാൻ പറയുകയാണ്. അത് കഴിഞ്ഞാൽ എവിടെയാണെന്ന് വെച്ചാൽ അത് മുഴുവൻ നമുക്ക് ചെയ്യണം. നല്ല വെളിച്ചം വേണം. അതുപോലെ എല്ലാവർക്കും വെള്ളം വേണം. എല്ലാവർക്കും ഇരിക്കാൻ വീട് വേണം. അത് വലിയൊരു കാര്യം. വീടിൻ്റെ കാര്യം അടച്ചാൽ അതടച്ചപ്പോൾ കുറി വ്യക്തിഗത ഗുണഭോക്താക്കളെ എടുത്തുകൊണ്ട് ചെയ്യാൻ വരും. വ്യക്തിഗത ഗുണഭോക്താക്കളെ കണ്ടുകൊണ്ട് 150 വീടിൻ്റെ റിപ്പയർ ചെയ്തപ്പോൾ ഉടനെ നമ്മൾ ചെയ്യാൻ പോകുക. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് കാസിം, മെമ്പർമാരായ ശ്രീദേവി, കമലാശി, ധന്യ, PB ധന്യ, ലത, വിജിത, സുനീഷ്, ഗ്രീഷ്മ, ഗംഗാധരൻ തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. ഒരു വർഷം 1 ലക്ഷം സംരംഭം പദ്ധതിയുടെ ഭാഗമായി ജില്ലയിൽ 11,636 സംരംഭങ്ങളും താലൂക്ക് അടിസ്ഥാനത്തിൽ ഒറ്റപ്പാലത്ത് 3,680 സംരംഭങ്ങളും പ്രവർത്തനം ആരംഭിച്ചു. വ്യവസായ വകുപ്പ്, കുടുംബശ്രീ സഹകരണ, കൃഷി, ഫിഷറീസ് വകുപ്പുകളുടെ സഹകരണത്തോടെ നടപ്പാക്കുന്ന ഒരു വർഷം 1 ലക്ഷം സംരംഭം പദ്ധതിയിലൂടെ ജില്ലയിൽ ഇതുവരെ 11,636 സംരംഭങ്ങൾ ആരംഭിച്ചു. അതുവഴി 25,553 തൊഴിലവസരങ്ങൾ ഉണ്ടായി. 616.82 കോടിയുടെ നിക്ഷേപമാണ് ജില്ലയ്ക്കുണ്ടായത്. സംസ്ഥാനത്ത് ജില്ല നിലവിൽ 7ാം സ്ഥാനത്താണെന്ന് വ്യവസായ വകുപ്പ് അധികൃതർ അറിയിച്ചു. പദ്ധതി നടത്തിപ്പിനായി വ്യവസായ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഓരോ പുതിയ സംരംഭകനും സംരംഭം തുടങ്ങാൻ ആവശ്യമായ പിന്തുണയും സംരംഭത്തെക്കുറിച്ചുള്ള സംശയങ്ങളും ദൂരീകരിക്കാനുമായി ഇന്റേൺസിന്റെ സേവനം ലഭ്യമാക്കുന്നുണ്ട്. ജില്ലയിൽ പഞ്ചായത്ത്, നഗരസഭാ തലത്തിൽ 103 ഇന്റേൺസിനെ നിയമിച്ചു. സംരംഭം ആരംഭിക്കാനുള്ള സഹായം, ഫീൽഡ് സന്ദർശിച്ച് സംശയങ്ങൾ ദൂരീകരിക്കുക, സംരംഭം തുടങ്ങാൻ പ്രാപ്തരാക്കുക എന്നിവയാണ് ഇന്റേൺസിന്റെ ചുമതലയെന്ന് ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ബെനഡിക്ട് വില്യം ജോൺ പറഞ്ഞു. പുതിയ സംരംഭം തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സംരംഭകന് എന്താണ് ചെയ്യേണ്ടതെന്നും പ്രൊജക്ട് റിപ്പോർട്ട്, മിഷനറി സംവിധാനങ്ങളുടെ ലഭ്യത, അസംസ്കൃത വസ്തുക്കളുടെ ഉറവിടം തുടങ്ങിയ എല്ലാ വിവരങ്ങളും ബന്ധപ്പെടുത്തി കൊടുക്കുന്നതും ഇന്റേൺസിന്റെ ചുമതലകളാണ്. ഇതിനു പുറമെ തൊഴിൽ സഭകളിലൂടെ കൂടുതൽ സംരംഭകരെ കണ്ടെത്തുകയാണ് ലക്ഷ്യമെന്ന് ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ബെനഡിക്ട് വില്യം ജോൺ പറഞ്ഞു.
പറഞ്ഞു. താല്പര്യമുള്ളവരെ സംരംഭകരാക്കാനായി 2022 ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, നവംബർ മാസങ്ങളിലായി ജില്ലകളിലെ എല്ലാ ഗ്രാമപഞ്ചായത്ത് നഗരസഭകളിലായി ഇതുവരെ 210ഓളം ലോൺ ലൈസൻസ് സബ്സിഡി മേളകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ജനറൽ ഓറിയന്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചതിൽ 4123 പേർ പങ്കെടുത്തു. 532 ലോൺ അപേക്ഷകൾ ലഭിച്ചപ്പോൾ 325 അനുവദിച്ചതായും ബാക്കി 207 ബാങ്ക് പരിശോധനയിലാണെന്നും ജനറൽ മാനേജർ പറഞ്ഞു. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി തലങ്ങളിൽ തൊഴിൽ സഭകൾ സംഘടിപ്പിച്ചാണ് സംരംഭകരെ കണ്ടെത്തിയത്. താലൂക്ക് അടിസ്ഥാനത്തിൽ ഒറ്റപ്പാലത്ത് 4345 സംരംഭങ്ങളാണ് ലക്ഷ്യം. നിലവിൽ 3680 സംരംഭങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇനിയൊരിടവേള. ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. സ്വർണം അമൂല്യമാണ്. ആ മൂല്യം തിരിച്ചറിഞ്ഞവർ വേണം നമ്മുടെ സ്വർണം സംരക്ഷിക്കാൻ. സൂര്യ ഗോൾഡ് ലോൺ. മക്കളുടെ കോളേജ് ഫീസ്, എമർജൻസി ആവശ്യങ്ങൾ, വിവാഹം തുടങ്ങിയ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് എന്തിന് ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കണം? നിങ്ങൾക്ക് കൈത്താങ്ങാകാൻ ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ് ഒപ്പമുണ്ട്. പുതിയതും പഴയതുമായ വാഹനങ്ങൾക്ക് ആകർഷകമായ വായ്പാ സ്കീമുകൾ ഞങ്ങൾ നൽകുന്നു. അതും കുറഞ്ഞ പലിശ നിരക്കിൽ പരമാവധി ലോണും. ലളിതമായ നടപടിക്രമത്തോടു കൂടി നിങ്ങൾക്ക് ലോൺ ലഭ്യമാകും. കൂടാതെ വാഹന ഇൻഷുറൻസ് സംവിധാനവും ലഭ്യമാണ്. ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ്, നിയർ വള്ളുവനാട് ഹോസ്പിറ്റൽ, ഗ്രാൻഡ് മാൾ കോംപ്ലക്സ്, ഒറ്റപ്പാലം. ഫോൺ നമ്പർ 9656444458, 9656444457. വാർത്തകൾ തുടരുന്നു. പുതുവർഷ പുലരിയിൽ മൊമെന്റോ, സ്പോർട്സ് ഐറ്റംസ്, കരകൗശല വസ്തുക്കൾ എന്നിവയുടെ വർണ്ണ വിസ്മയവുമായി ചന്ദ്രൂസ് മൊമെന്റോ സ്പോർട്സ് വേൾഡ് ഒറ്റപ്പാലം ലക്കിടി കൂട്ടുപാതയിൽ പ്രവർത്തനം ആരംഭിച്ചു. പുത്തൻ സ്വപ്നങ്ങളുടെയും പ്രതീക്ഷകളുടെയും പുതുവർഷ പുലരിയിൽ ഏറെ വ്യത്യസ്തവും കമനീയവുമായ മെമന്റോകൾ, ട്രോഫികൾ, ഷീൽഡുകൾ, മെഡലുകൾ, സ്പോർട്സ് ഐറ്റംസ്, കരകൗശല വസ്തുക്കൾ എന്നിവയുടെ വർണ്ണവിസ്മയവുമായി ചന്ദ്രൂസ് മെമന്റോ സ്പോർട്സ് വേൾഡ് ഒറ്റപ്പാലം ലക്കിടി കൂട്ടുപാതയിൽ പ്രവർത്തനം ആരംഭിച്ചു. സംരംഭത്തിന്റെ ഉദ്ഘാടനം നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാനും മാനേജിംഗ് ട്രസ്റ്റിയുമായ പി കൃഷ്ണദാസ് നിർവഹിച്ചു. രാഗരത്നം മണ്ണൂർ രാജകുമാരനുണ്ണി മാസ്റ്റർ മുഖ്യാതിഥിയായി. രാമദാസ് അമ്പലപ്പാറ, വിജയകുമാർ ലക്കിടി, സ്വാമിനാഥൻ വെള്ളിനേരി, സുനിൽ ലക്കിടി, ശോഭ തെക്കേടത്ത് തുടങ്ങിയവർ ചടങ്ങിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. ശങ്കർജി കോങ്ങാട് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ EB രമേശ് നന്ദി അറിയിച്ചു. ഒറ്റപ്പാലത്തിന്റെ കായിക സ്വപ്നങ്ങൾക്ക് വേഗത പകരാൻ സ്പോർട്സ് ഐറ്റംസിന്റെ വിപുലമായ ശേഖരം തന്നെ ചന്ദ്രൂസിൽ ഒരുക്കിയിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ന് ഈ സ്കൂൾ തലത്തിലായാലും അതുപോലെ എല്ലാ സ്ഥാപനങ്ങളിലും ഒരുപാട് ആവശ്യം വരുന്ന രണ്ട് ഐറ്റംസാണ് സ്പോർട്സ് ഐറ്റംസും അതുപോലെ തന്നെ മെമന്റോസും. എല്ലാവരും ആദരവും അംഗീകാരവും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ്. ആ ആഗ്രഹങ്ങളെല്ലാം നമ്മൾ സമർപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള മനോഹരമായ മെമന്റോസിലൂടെയാണ്. അത് ഏറ്റവും കമനീയമായ രീതിയിൽ, ഏറ്റവും മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഒരു മെമന്റോസ് നമ്മുടെ സ്വീകരണ മുറിയിൽ ഇരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്. അങ്ങനെയുള്ള ഏറ്റവും ഭംഗിയുള്ള മെമന്റോസാണ് ഞങ്ങളിവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. മറ്റു ഇടങ്ങളിലൊന്നും കാണാത്ത തരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് തന്നെയാണ്. നിങ്ങൾക്ക് ഇവിടെ വന്ന് സന്ദർശിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും.
കൂടാതെ ശില്പഭദ്രതയുടെ തനിമ നിറഞ്ഞ കരകൗശല വസ്തുക്കളും മോഡേൺ ഡിസൈനിങ്ങുകളോടുകൂടിയ മെമൻറ്റോകളുടെയും ട്രോഫികളുടെയും ഷീൽഡുകളുടെയും വിപുലമായ ശേഖരം തന്നെ ഇവിടുണ്ട്. ഇന്ന് കേരളം കായിക ഭൂപടത്തിൽ തൻ്റെതായ ഒരു സ്ഥാനം കൈയടക്കിയിരിക്കുന്ന ഒരു സംസ്ഥാനം തന്നെയാണ് കേരളം. അങ്ങനെയുള്ള കേരളത്തിലെ മുക്കും മൂലയിൽ നിന്നും ഒരുപാട് കായിക താരങ്ങൾ പിറവി കൊള്ളുന്നുണ്ട്. അവർക്കൊക്കെ അവരെ ഏത് മേഖലയിലാണോ ഏറ്റവും കൂടുതൽ അവരെ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ളത് ആ മേഖലയ്ക്ക് ഇണങ്ങിയ തരത്തിലുള്ള സ്പോർട്സ് ഐറ്റംസ് ആണ് ഞങ്ങളിവിടെ ഒരുക്കിയിരിക്കുന്നത്. ഏറ്റവും മിതമായ രീതിയിൽ ഏറ്റവും ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് വാങ്ങാവുന്നതാണ്. ഈ പുതുവത്സരം ആഘോഷമാക്കാം ചന്ദ്രൂസിനൊപ്പം. കം ഔട്ട് പാലക്കാട് സംഘാടക സമിതി യോഗം ചേർന്നു. ജില്ലാ പഞ്ചായത്ത് സാമൂഹ്യനീതി വകുപ്പ്, വനിതാ ശിശുവികസന വകുപ്പ്, ചിറ്റൂർ സർക്കാർ കോളേജിലെ റെയിൻബോ ക്ലബ്, നീതി കളക്റ്റീവ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി 8 നടത്തുന്ന കം ഔട്ട് പാലക്കാട് എന്ന പൊതുപരിപാടിയുടെ നടത്തിപ്പിനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോളിന്റെ അധ്യക്ഷതയിൽ സംഘാടക സമിതി യോഗം ചേർന്നു. LGBTQ കമ്മ്യൂണിറ്റി അംഗങ്ങളുടെ ശാക്തീകരണവും അവർക്ക് വേണ്ടി സമൂഹത്തിൽ പ്രത്യക്ഷമായ മാറ്റമുണ്ടാക്കുക എന്നതുമാണ് പരിപാടിയുടെ ലക്ഷ്യം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ചേംബറിൽ നടന്ന യോഗത്തിൽ പ്രൊഫസർ CM മുസ്തഫ, ഡോക്ടർ വാസുദേവൻ പിള്ള, പ്രൊഫസർ ആരതി, ജില്ലാ ശിശുവികസന ഓഫീസർ ലൈജു, ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ S ശുഭ, ജില്ലാ യൂത്ത് പ്രോഗ്രാം ഓഫീസർ S ഉദയകുമാരി, ജില്ലാ മിഷൻ കുടുംബശ്രീ പ്രോഗ്രാം മാനേജർ ചിന്തു മാനസ്, മറ്റു ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഒറ്റപ്പാലം നഗരസഭയിൽ ഫയൽ അദാലത്ത് നടന്നു. ഒറ്റപ്പാലം നഗരസഭയിൽ ഫയൽ അദാലത്ത് നടന്നു. ജനുവരി 1 കെട്ടിക്കിടക്കുന്ന ഫയലുകൾ പൂർത്തിയാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അദാലത്ത് സംഘടിപ്പിച്ചത്. അദാലത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി നിർവഹിച്ചു. പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഫയലുകൾ തീർപ്പാക്കേണ്ടതുണ്ട്. നമ്മൾ ഇന്ന് ഫയൽ അദാലത്താണ് വെച്ചത്. ആ ഫയൽ അദാലത്തിൽ ഫയലുകൾ തീർപ്പാക്കുക, ബാക്കി ഫയലുകൾ നമുക്ക് മാറ്റി വെച്ചുകൊണ്ട് പുതിയ ഫയലുകൾ വേണ്ടി വരും. ഫയലുകൾ നമ്പർ വൈസ് ഫയലിട്ട് അതേപോലെ തന്നെ നമുക്ക് തീർപ്പാക്കണം. നമ്മുടെ നഗരസഭയിൽ വരുന്ന പരാതികളോ കാര്യങ്ങളോ ആളുകൾക്ക് പ്രയാസമില്ലാത്ത രീതിയിൽ അതിനെ തീർപ്പ് കൽപ്പിക്കുകയും പ്രകടിപ്പിക്കുന്ന ഫയലുകൾ ഇല്ലാതാക്കുകയും ചെയ്യണമെങ്കിൽ അതിൻ്റെ ശ്രദ്ധയുടെ ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മളിന്ന് നടത്തിയിട്ടുള്ള അദാലത്ത് ഔപചാരികതയുടെ ഭാഗം ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിക്കുന്നു. എന്തായാലും അതിൻ്റെ വരുന്ന ഫയലുകൾ തീർപ്പാക്കേണ്ടതുണ്ട്. എല്ലാവർക്കും അടുത്ത 2023 ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുന്നു. അതേപോലെ തന്നെ ഒരു വർഷത്തിൽ കൃത്യതയോടുകൂടി തന്നെ പ്രയാസങ്ങളില്ലാതെ ആളുകൾക്ക് സർവീസ് നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ടതുണ്ട്. അതിന് വേണ്ടിയുള്ള പങ്കെടുത്ത എല്ലാവർക്കും എല്ലാവിധ. ജനുവരി 1 മുൻപ് തന്നെ കെട്ടിക്കിടക്കുന്ന ഫയലുകളിൽ അന്തിമ തീർപ്പുണ്ടാക്കാൻ ഒറ്റപ്പാലം നഗരസഭയ്ക്ക് സാധിക്കുമെന്ന് വൈസ് ചെയർമാൻ K രാജേഷ് പറഞ്ഞു. ഇന്ന് ഈ അദാലത്തിൽ പങ്കെടുക്കാത്ത ആളുകൾക്ക് അവരുടെ അവസരം നഷ്ടപ്പെടുന്നതും ആ ഫയലുകളെല്ലാം ഡിസ്പോസ് ചെയ്ത് അവസാനിപ്പിക്കുന്നതുമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. നിലവിലുള്ള പല സെക്ഷനുകളിലായി കെട്ടിക്കിടക്കുന്ന ഫയലുകൾ വളരെ വേഗത്തിൽ തീർപ്പാക്കി, അത് ഇന്ന് തന്നെ തീർപ്പാക്കി 1-ാം തീയതി മുതൽ ഒരു പുതിയ സംവിധാനത്തിലേക്ക് മാറുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഫയൽ തീർപ്പാക്കുന്ന പ്രവർത്തനത്തിൽ എത്തിയിട്ടുള്ള എല്ലാവരെയും ഒറ്റപ്പാലം നഗരസഭയ്ക്ക് വേണ്ടി അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ശ്രീകൃഷ്ണപുരത്ത് ഭിന്നശേഷി വിഭാഗക്കാരുടെ ഏരിയ കൺവെൻഷൻ നടന്നു. ഭിന്നശേഷി വിഭാഗം ജനങ്ങൾക്ക് വൈകല്യത്തിന്റെ തോതനുസരിച്ച് ചുരുങ്ങിയത് 5000 രൂപ ജീവനാംശം അനുവദിക്കണമെന്ന് ഡിഫറൻ്റ്ലി ഏബിൾ പേഴ്സൺ വെൽഫെയർ ഫെഡറേഷൻ ശ്രീകൃഷ്ണപുരം ഏരിയ കൺവെൻഷൻ കേരള സർക്കാരിനോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. മാനസികാസ്വാസ്ഥ്യം മൂലം പ്രയാസപ്പെടുന്ന ഭിന്നശേഷിക്കാർക്കും കിടപ്പ് രോഗികൾക്കുമായി സർക്കാർ ഉടമസ്ഥതയിൽ പ്രാദേശിക സർക്കാരുകളുടെ നേതൃത്വത്തിൽ പകൽ വീടുകൾ ആരംഭിക്കണമെന്നും മറ്റൊരു പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ഏരിയ കൺവെൻഷൻ അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. DAWF ഏരിയ പ്രസിഡന്റ് S തങ്കം അധ്യക്ഷയായി. DAWF ജില്ലാ സെക്രട്ടറി റെജി ജോസഫ് സംഘടനാ റിപ്പോർട്ടും P രാധാകൃഷ്ണൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി P അരവിന്ദാക്ഷൻ, ജില്ലാ പഞ്ചായത്ത് അംഗം K ശ്രീധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ P സുബ്രഹ്മണ്യൻ, M രാജാമണി, ഇന്ദിര, MP ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.
ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഷോറൂമുകളിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ 3 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നാണയങ്ങൾ, സ്മാർട്ട് വാച്ച്, സ്മാർട്ട് ഫോൺ, ഓക്സിജൻ റിസോർട്ടിൽ കുടുംബത്തോടൊപ്പം 2 ദിവസം താമസം എന്നീ സമ്മാനങ്ങൾ. 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ലക്ഷദ്വീപിലേക്ക് ടൂർ പോകാൻ അവസരം. കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് വിദേശയാത്ര, 10 കസ്റ്റമേഴ്സിന് ഡയമണ്ട് റിംഗ്, 5 കസ്റ്റമേഴ്സിന് സ്വർണ്ണ നാണയങ്ങൾ, ഓക്സിജൻ റിസോർട്ടിൽ 2 ദിവസം താമസം എന്നിങ്ങനെ ആകർഷകമായ സമ്മാനങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങൂ, നിരവധി സമ്മാനങ്ങൾ നേടൂ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഷൊർണൂർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഷൊർണൂർ ജംഗ്ഷൻ അല്ല, ഇനി മലബാർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മലബാർ ഡിജിറ്റൽ ജംഗ്ഷൻ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസുകളുടെ മഹാ ജംഗ്ഷൻ. ലോകോത്തര മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് കമ്പ്യൂട്ടറുകളുടെ സൂപ്പർ ജംഗ്ഷൻ. മലബാർ ഡിജിറ്റൽ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ്. മലബാർ ജംഗ്ഷൻ, SMP ജംഗ്ഷൻ, മെയിൻ റോഡ്, ഷൊർണൂർ. നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ 15 മുതൽ 25ഓളം പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന AC മുറികൾക്കൊപ്പം തന്നെ 200ഓളം പേർക്ക് പങ്കെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഏവർക്കും ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം. ആനമലാസ് ഹോം സ്റ്റേ. വാർത്തകൾ തുടരുന്നു. സർക്കാർ സ്കൂളുകളിലേക്ക് 26 ലൈബ്രറിയന്മാരെ നിയമിച്ചു. 14 പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി ജില്ലാ പഞ്ചായത്തിന്റെ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സർക്കാർ സ്കൂളുകളിലേക്ക് 26 ലൈബ്രറിയന്മാരെ കരാറടിസ്ഥാനത്തിൽ നിയമിച്ചു. ലൈബ്രറിയന്മാർക്കുള്ള നിയമന ഉത്തരവ് നൽകിക്കൊണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനിമോൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ കൂടിക്കാഴ്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ 2 ഘട്ടങ്ങളായാണ് ലൈബ്രറിയന്മാരെ തിരഞ്ഞെടുത്തത്. ജില്ലാ പഞ്ചായത്തിന്റെ 2023-24 വാർഷിക പദ്ധതിയിൽ സ്കൂൾ ലൈബ്രറിയന്മാരുടെ നിയമനത്തിനായി 20 ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK ചാമുണ്ണി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അനിത പോൾസൺ, ശാലിനി കറുപ്പേഷ്, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി M. രാമൻകുട്ടി, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. മങ്കര ഗ്രാമപഞ്ചായത്തിൽ സുസ്ഥിര അജപരിപാലനം, വിരമരുന്ന് പ്രയോഗത്തിലൂടെ എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു. നബാർഡിന്റെ സാമ്പത്തിക സഹായത്തോടെ മണ്ണുത്തി വെറ്റിനറി കോളേജിലെ പരാതശാസ്ത്ര വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ മങ്കര ഗ്രാമപഞ്ചായത്തിൽ സുസ്ഥിര അജപരിപാലനം, വിവേചനപൂർണമായ വിരമരുന്നുകളുടെ ഉപയോഗത്തിലൂടെ എന്ന വിഷയത്തിൽ ക്ലാസ് സംഘടിപ്പിക്കുകയും അജപരിപാലനം നടത്തുന്നവർക്ക് വിരമരുന്നുകൾ അടങ്ങിയ കിറ്റ് വിതരണം ചെയ്യുകയും ചെയ്തു. പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് നിർവഹിച്ചു. ആദ്യമേ പറയട്ടെ, 20,000 രൂപയാണ് ആടിന്റെ വില, 10,000 രൂപയാണ് പഞ്ചായത്ത് സബ്സിഡി ആയിട്ട് കൊടുക്കുന്നത്. കാരണം ഇത് അപേക്ഷയ്ക്ക് തന്നതിന് ശേഷം പറഞ്ഞ അയ്യോ ഞാൻ വിചാരിച്ചു ഫ്രീ ആണ്, ഫ്രീ സംവിധാനം ഇനിയില്ല. 10,000 രൂപ ഫ്രീ, 10,000 രൂപ പഞ്ചായത്ത്. അപ്പോ ആടിനെ മങ്കര പഞ്ചായത്തിൽ നിന്ന് വാങ്ങാൻ പാടില്ല, മണ്ണൂർ പഞ്ചായത്തിൽ നിന്ന് വാങ്ങാം, കോങ്ങാട്ടിൽ നിന്ന് വാങ്ങാം, അടുത്ത പഞ്ചായത്തിൽ നിന്ന് വാങ്ങാം. ആ വാങ്ങുന്ന ആൾക്ക് ഇവിടെ നിന്ന് നിങ്ങൾ 10,000 രൂപ കൃഷിഭവനിൽ കെട്ടിക്കഴിഞ്ഞാൽ ആ 10ഉം ഈ 10ഉം കൂടി ചേർത്ത് 20,000 രൂപയുടെ ചെക്ക് ആ ആട് കർഷകർ ആരുടെ കയ്യിൽ നിന്നാണോ നിങ്ങൾ വാങ്ങിയത് അവർക്ക് കൊടുക്കുന്ന ഒരു സംവിധാനം നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ എത്ര ആളത് അറിഞ്ഞിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ആ സ്കീം കുറച്ച് ദിവസവും കൂടി നിൽക്കും. മാർച്ച് 31 വരെയാണ് ആ സ്കീമിന്റെ കാലാവധി. അതുകൊണ്ട് തന്നെ വന്നിട്ടുള്ള ചെറിയ കർഷകര് അതൊന്ന് വിപുലീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യാനായിട്ട് കഴിയും. പിന്നെ ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല, ആടിന്റെ കൂടുണ്ടാക്കാൻ തൊഴിലുറപ്പിൽ നിന്ന് നിങ്ങൾക്ക് പൂർണ്ണമായ സബ്സിഡി കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട്. ഞാനിത് പ്രോത്സാഹിപ്പിക്കില്ല പറയാൻ കാരണം കഴിഞ്ഞ വർഷവും അതിന്റെ മുമ്പിലത്തെ വർഷവും ഒക്കെ ചെയ്ത ആളുകൾക്ക് ഇതുവരെ പൈസ കിട്ടിയിട്ടില്ല. അപ്പൊ എന്നെങ്കിലും കിട്ടിയാൽ മതി എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ എന്നോട് വന്ന് ചോദിക്കരുത്, പക്ഷേ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ കൊടുത്തുണ്ടാക്കിയത് പൈസ തരുമെന്ന് പറയരുത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV രാമചന്ദ്രൻ, വാർഡ് മെമ്പർമാരായ രമേശ്, അനിത, പാഞ്ചാലി, വിനോദ് കുമാർ, മങ്കര ഗ്രാമപഞ്ചായത്ത് വെറ്റിനറി ക്ലിനിക്കിലെ സാജൻ, ഡോക്ടർ അനൂപ്, മണ്ണുത്തി വെറ്റിനറി കോളേജിലെ അധ്യാപകരായ ഡോക്ടർ മേരിക്കുട്ടി, തോമസ്, ഡോക്ടർ K. ശ്യാമള തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിലെ പ്രത്യേക കാലാവസ്ഥയിൽ ആട് കർഷകർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം വിരബാധയാണ്. വിവേചനപൂർണമായ വിരമരുന്നുകളുടെ ഉപയോഗത്തിന് ആട് കർഷകർക്ക്
ഉപയുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നബാർഡിൻ്റെയും സാമ്പത്തിക സഹായത്തോടെ കേരള വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വിവേചനപൂർണമായ വിരമരുന്നുകളുടെ ഉപയോഗത്തിലൂടെ ആജപരിപാലനം എന്നത്. ഇതിന് കേരള വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി മണ്ണുത്തിയിലെ പരാതശാസ്ത്ര വിഭാഗം ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഹീം ചെക്ക് എന്ന അനീമിയ കാർഡാണ്. ഈ കാർഡ് ആടിൻ്റെ കണ്ണിനോട് അടുപ്പിച്ച് പിടിച്ചുകൊണ്ട് ആട് കർഷകർക്ക് തന്നെ സ്വയം തീരുമാനിക്കാനാവും വിര ചികിത്സയുടെ ആവശ്യം ഉണ്ടോ ഇല്ലയോ. ഈ കാർഡ് ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ 70% വെറുതെ അനാവശ്യമായിട്ടുള്ള വിര ചികിത്സ നമുക്ക് തടയുവാനാവും. ഇത് ഭാവിയിലേക്ക് വളരെ ആവശ്യകരമായിട്ടുള്ള കാര്യമാണ്. ചരിത്രത്തിൽ ഇന്ന് കുറൂൾ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് ഓർമ്മദിനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയും ഗാന്ധിയനും മാതൃഭൂമി പത്രത്തിന്റെ പിറവിക്ക് വഴിതെളിച്ച പ്രമുഖനുമായിരുന്നു കൂറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. ക്വിറ്റ് ഇന്ത്യ സമരം, ഉപ്പ് സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം, സ്വദേശി പ്രസ്ഥാനം തുടങ്ങിയ ദേശീയ പ്രസ്ഥാനങ്ങളിൽ നേതൃത്വം വഹിച്ചിട്ടുള്ള അദ്ദേഹം കേരള സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പ്രധാനികളിൽ മുഖ്യസ്ഥാനം വഹിക്കുന്നു. 1896 ഫെബ്രുവരി 6 തൃശ്ശൂരിനടുത്തുള്ള അടാട്ട് ഗ്രാമത്തിലെ ആമ്പലങ്കാവ് എന്ന പ്രദേശത്ത് കൂറൂർ മനക്കൽ അഷ്ടമൂർത്തി നമ്പൂതിരിപ്പാടിന്റെയും ഉമാ അന്തർജനത്തിന്റെയും മകനായി ജനിച്ചു. 7-ാം വയസ്സിൽ പാരമ്പര്യമനുസരിച്ച് തൃശൂർ ബ്രഹ്മസമ്മടത്തിൽ ഋഗ്വേദ പഠനം ആരംഭിച്ചു. വേദപഠനം കഴിഞ്ഞ് 1918 പാലക്കാട്ടെ നൂർണി ഹൈസ്കൂളിൽ ചേർന്നു. മഹാത്മാഗാന്ധിയെ ആകർഷകനായ കൂറൂർ 1920 നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ ചേർന്നു. തുടർന്നുള്ള അരനൂറ്റാണ്ടുകാലം കൂറൂരിന്റെ ജീവിതം രാഷ്ട്രീയവും സാമൂഹിക പ്രവർത്തനവും ഒത്തുചേരുന്നതായിരുന്നു. ഗാന്ധിജി, നെഹ്റു, സരോജിനി നായിഡു, ബാലഗംഗാധര തിലകൻ എന്നീ ദേശീയ നേതാക്കളുമായി കൂറൂരിന് വ്യക്തിബന്ധമുണ്ടായിരുന്നു. 1921 കൂറൂരിന്റെ ആദ്യ ജയിൽവാസം. ഭാരതീയരിൽ ദേശഭക്തി ഉണർത്താനും സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തിൽ അവരെ ഭാഗമാക്കാനും ബോധവൽക്കരിക്കാനുമായി തൃശ്ശൂർ ആസ്ഥാനമായി ലോകമാന്യൻ എന്ന പേരിൽ കൂറൂരിന്റെ പത്രാധിപത്യത്തിൽ പുറത്തിറങ്ങിയ പത്രത്തിലെ ലേഖനങ്ങളിൽ രാജ്യദ്രോഹം കണ്ടെത്തിയപ്പോഴാണ് കൂറൂരിനും പത്രത്തിന്റെ പ്രസാധകനായിരുന്ന പൂർവ്വത്തിങ്കൽ സെബാസ്റ്റ്യനും 6 മാസം ശിക്ഷ ലഭിച്ചത്. ഇദ്ദേഹത്തിന് കണ്ണൂർ ജയിലിൽ അടയ്ക്കപ്പെട്ട സമയത്ത് ക്രൂരമായ മർദ്ദനത്തിൽ വലത്തേ ചെവിയുടെ കേൾവി നഷ്ടപ്പെട്ടു. ശിക്ഷയ്ക്ക് ശേഷം തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹത്തെ കാത്തിരുന്നത് സാമുദായിക ഭ്രഷ്ടായിരുന്നു. മിശ്രഭോജനം നടത്തിയതിനായിരുന്നു അത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കേരളത്തിലെ ജിഹ്വയായി മാറിയ മാതൃഭൂമി പത്രത്തിന്റെ പിറവിക്ക് വഴിതെളിച്ചതിൽ പ്രമുഖനായിരുന്നു ഇദ്ദേഹം. 1923 പത്രം തുടങ്ങിയത്. പത്രാധിപർ KP കേശവമേനോനും മാനേജിംഗ് ഡയറക്ടർ K മാധവൻ നായരും കൂറൂർ പ്രസാധകനും മാതൃഭൂമി പത്രത്തിന്റെ സ്ഥാപകരിൽ ഒരാളായിരുന്ന കൂറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് മാതൃഭൂമിക്കൊപ്പം ചേർന്നു. സ്വാതന്ത്ര്യ ലബ്ധിക്കായി പോരാടി. മാതൃഭൂമിക്ക് വേണ്ടി ത്യാഗങ്ങളും ക്ലേശങ്ങളും സഹിച്ച കൂറൂർ ജീവിതാവസാനം വരെ പത്രത്തിന്റെ പ്രിന്റ് ആൻഡ് പബ്ലിഷറായിരുന്നു. 1924 വൈക്കം സത്യാഗ്രഹ സമരവുമായി ബന്ധപ്പെട്ട് കൂറൂർ തടവ് ശിക്ഷ അനുഭവിക്കുകയുണ്ടായി. 1930 ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത കൂറൂരിനെ ക്രൂരമായ പോലീസ് മർദ്ദനം ഏൽക്കേണ്ടി വന്നു. നിയമലംഘന പ്രസ്ഥാനം, ഗുരുവായൂർ സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം എന്നിവയിലും പങ്കെടുത്തിട്ടുണ്ട്. 1931 ഏപ്രിൽ 2 തൃശ്ശൂരിലെ നായർ കുടുംബമായ തെക്കേ കുറുപ്പത്തെ കൊച്ചുകുട്ടിയമ്മയെ വിവാഹം കഴിച്ചു. കൂറൂരിന്റെ സേവന മനോഭാവത്തിന് അദ്ദേഹത്തിന്റെ പത്നി കൊച്ചുകുട്ടിയമ്മ നൽകിയ പിന്തുണ വിസ്മരിക്കാവുന്നതല്ല. സർക്കാർ അധ്യാപികയായിരുന്നെങ്കിലും കൂറൂരിന്റെ പ്രവർത്തനങ്ങൾക്ക് അവർ ഉറച്ച പിന്തുണ നൽകി. കേരളത്തിലെ ദേശീയ പ്രവർത്തകർക്ക് ഒരു ആവേശമായി പ്രവർത്തിച്ച കൂറൂർ തന്റെ ഗാന്ധിയൻ നിലപാടുകളിൽ നിന്ന് ഒരിക്കലും വ്യതിചലിച്ചില്ല. 1981 ഓഗസ്റ്റ് 31 തന്റെ 85-ാം വയസ്സിലായിരുന്നു അദ്ദേഹം മരിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.